കുറ്റിച്ചൂലെന്ന് പറയുന്നൊരു സാധനം അവസാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുറ്റമടിക്കാനും നമ്മുടെ പുര തൂക്കുവാനും നമ്മൾ ചൂല് കെട്ടുന്നൊരു സംവിധാനമുണ്ട്. അത് എങ്ങനെയാണ് ചൂലുണ്ടാക്കുന്നതെന്ന് ഇന്ന് സാധാരണ വീട്ടുകളിലുള്ള അമ്മമാർക്കും മാത്രമേ അറിയാവൂ. അതിന് താഴെ ഉള്ള ആർക്കും അറിയത്തില്ല. അപ്പോൾ അടയ്ക്കാമരത്തിൻ്റെ ആയാലും തെങ്ങിൻ്റെ ആയാലും ഒക്കെ ഓലയും ഈർക്കിലും ഒക്കെ കൊണ്ട് നമുക്ക് ചൂലുകൾ ഉണ്ടാക്കി നമ്മുടെ പുര തൂക്കാൻ പറ്റും. നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പുൽച്ചൂല് വാങ്ങി നമ്മൾ തൂക്കുകയാണ് പതിവ്. നമ്മുടെ ചൂലുകളൊന്നും ഉപയോഗിക്കാൻ നമുക്ക് സമയമില്ല. കാരണം എന്താണെന്നറിയാമോ? അത് ചിലപ്പോൾ അരമണിക്കൂർ എടുത്ത് അതൊന്ന് വൃത്തിയാക്കി ഒന്ന് കെട്ടിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്കൊരു ഈർക്കിൽ ചൂല് എന്ന് പറഞ്ഞാൽ അത് ഫ്ലെക്സിബിളാണ്, ഒടിഞ്ഞു പോകത്തില്ല. പുൽച്ചൂലിനെ പോലെ നമുക്ക് പൊഴിഞ്ഞു വീഴത്തില്ല. നമ്മുടെ വീടിനുള്ളിലെ പൊടികൾ മുഴുവൻ അടിച്ചു വാരി കളയാൻ പറ്റും. ടൈൽസിന് ഉപയോഗിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നൊരു സംഭവമാണത്. വീടിനകത്തായാലും പുറത്തായാലും നമ്മുടെ പുറം തൂക്കുന്നതിനായാലും നമുക്ക് അത്യാവശ്യത്തിന് നമ്മൾ കുറ്റിച്ചൂലെന്ന് പറയുന്നൊരു സാധനം അവസാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈർക്കിൽ കൊണ്ടുണ്ടാക്കുന്ന ചൂല് അല്പം തേഞ്ഞ് കഴിയുമ്പോഴാണ് അതിനെ കുറ്റിച്ചൂലെന്ന് പറയുന്നത്. ആ ചൂല് ഒരുപാട് പ്രയോജനപ്രദമായൊരു സംഭവമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചൂല് കെട്ടിയെടുക്കുന്നത് എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു വിഷമം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്ന ഓലകളിൽ ഒന്ന് പച്ച ഓലയാണ്. ഇത് മഴ സമയത്താണെങ്കിൽ നമുക്ക് ഒരല്പം ചൂട് കൊടുത്ത് ഇയാളെ ഒന്ന് വാട്ടിയെടുക്കേണ്ടി വരും. അത് എന്തെങ്കിലും കരിയിലയോ ചപ്പോ കച്ചിയോ അല്ലെങ്കിൽ വാഴയുടെ ഓലയോ ഒക്കെ ഇട്ട് നമുക്ക് വാട്ടിയെടുക്കാൻ പറ്റും. ഉണക്ക സമയത്താണെങ്കിൽ ഒരു പ്രാവശ്യം ഒരു ദിവസത്തെ നല്ല ഒരു ഉണക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഈ ഓലയെല്ലാം വാടും. ഇതിൻ്റെ ഈർക്കിലുകളൊക്കെ ഫ്ലെക്സിബിളായി വരും. അപ്പോൾ നമുക്കിത് എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഞാനങ്ങനെ ഉണക്കിയ ഓലകൾ, വെയിലത്തിട്ട് വാട്ടിയ ഓലകൾ ഇതിൻ്റെ കൂടെ ഉണ്ട്, പച്ച ഓലകളുണ്ട്. നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈർക്കിൽ ഇരിഞ്ഞതിന് ശേഷം വേണമെങ്കിലും വാട്ടിയെടുക്കാം. ഇത് ഇനി വാടി ഒന്ന് വഴുക്കപ്പരുവമായെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഈർക്കിലെടുക്കാൻ പറ്റൂ. ആ വഴുക്കപ്പരുവമായത് രണ്ടെണ്ണം ഉണ്ട്. ആ വഴുക്കപ്പരുവമായത്, അതായത് വഴുക്കം എന്ന് പറയുന്നത് ഒടിയാതെ വളഞ്ഞു കിട്ടുന്ന രണ്ട് ഓലയുണ്ട്. അതിൻ്റെ ഈർക്കിലെടുത്ത് നമുക്ക് ചൂല് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഈർക്കിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈർക്കിൽ മാത്രം നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഓരോ ഈർക്കിലെടുക്കത്തക്ക രീതിയിൽ ഇതിനെ പൂളി അങ്ങ് വിടുകയാണ്. ഇത് ഇരിഞ്ഞെടുത്തിട്ടായാലും നമുക്ക് ചെയ്യാം. നമ്മൾ ഓരോ ഈർക്കിൽ ഇരിഞ്ഞെടുത്തിട്ട് നമുക്ക് താണ്ട വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ ചീകി ഇതിനെ കളയാൻ പറ്റും. അതിൻ്റെ ഓലയില്ലാതെ, ഓല പാടില്ല. ഓല ഇരുന്നാൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. നമുക്ക് ഓലയില്ലാതെ നമുക്കിങ്ങനെ ഓരോരോ ഈർക്കിലിനെ നമുക്ക് എടുക്കാൻ പറ്റും. സാധാരണഗതിയിൽ എല്ലാ വീട്ടമ്മമാർക്കും പഴയത് ഈ ഒരു സംഭവം. ഇത് ഒരുപാട് പുതുമുള്ള കാര്യമൊന്നും അല്ലല്ലോ. വർഷങ്ങൾ കാലാതീതമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, അവർക്കറിയാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ ചില തലമുറയ്ക്ക് ഒരു ചൂല് കെട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ അവർ കടയിൽ ചെന്ന് വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സംവിധാനം മാത്രമേ അവർക്കറിയാവൂ. തെങ്ങിൻ്റെ ഓല നമ്മുടെ വീട്ടിൽ ആവശ്യം പോലെ മറിഞ്ഞ് കിടന്നാലും, നമ്മുടെ മുറ്റത്ത് കിടന്നാലും, അതിൽ നിന്ന് ഒരു കാരണവശാലും ഒരു ഈർക്കിലെടുത്ത് അല്ലെങ്കിൽ ഒരു തെങ്ങിൻ്റെ ഓല മടലെടുത്ത് അതിനകത്തുനിന്ന് ഈർക്കിൽ തിരിഞ്ഞിട്ട് നമ്മൾ ടൈം പാസിന് ഒരു പണിയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരു ചെറിയ സംഭവമാണ്. അപ്പോൾ ഈർക്കിലൊഴിച്ച് ബാക്കി കിട്ടുന്ന സാധനം നമുക്ക് തീയരിക്കാനും ഉപയോഗിക്കാമല്ലോ. പക്ഷെ അതിനും മെനക്കെടാറില്ല. ഇന്നത്തെ സമൂഹം അങ്ങനെ ഒരുപാട് പേരങ്ങനെ ബുദ്ധിമുട്ടാറില്ല. അതുകൊണ്ടാണ് 50 രൂപയ്ക്ക് ഈ 10-40 ഈർക്കിൽ ഒരുമിച്ച് ചേർത്ത് കെട്ടി നമ്മുടെ കമ്പോളങ്ങളിൽ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അത് വാങ്ങാൻ നമ്മൾ അവരുടെ കൂടെ പോവും. അപ്പോൾ നമ്മുടെ അത്യാവശ്യത്തിന് ഒരു ഓലമടലുണ്ടെങ്കിൽ നല്ല ഒരു ചൂല് നമ്മുടെ വീട്ടിലേക്ക് കെട്ടിയെടുക്കാൻ നമുക്ക് കഴിയും. അതൊരു 6 മാസമൊക്കെ നമുക്ക് വീടിനകത്ത് ഉപയോഗിക്കാൻ കഴിയും. 6 മാസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് പുറത്തോട്ട് ഇറക്കും. നമുക്ക് കുറ്റിച്ചൂലായിട്ട് നമ്മുടെ കരിയിലേക്ക് തൂത്ത് കളയാൻ നമുക്ക് ആവശ്യം വരും. പച്ച ഓല എടുത്ത് അതിനെ വാട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഫ്ലെക്സിബിലിറ്റി അതിന് കിട്ടും. അപ്പോൾ നമുക്ക് അത് വലിയ കേടില്ലാതെ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പം നമുക്ക് ഒരു ചൂലിനുള്ള ഈർക്കിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ചൂല് എങ്ങനെയാണ് കെട്ടിയെടുക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാ ഈർക്കിലും ഒരുപോലെ നീളം ഉണ്ടാവത്തില്ല. നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ നീളം കുറയും. നീളം കുറഞ്ഞത് കൊണ്ട് നമുക്ക് വേറെ ചൂലിന് ഉപയോഗിക്കാം. തള്ളവിരലും ചൂണ്ടുവിരലും തമ്മിൽ ചേരുന്ന അത്രയും അളവിലുള്ളത്, അതാണ് നമ്മുടെ ഒരു കൈപ്പിടി. ആ കൈപ്പിടി ചൂലാണ് നമ്മളൊരെണ്ണം തയ്യാറാക്കേണ്ടത്. അതിൽ ചെറുതായി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉപയോഗം നമുക്ക് കിട്ടത്തില്ല. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഈർക്കിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈർക്കിൽ നമ്മൾ ഒന്ന് കെട്ടാൻ തുടങ്ങണം. ഇത് എങ്ങനെയാണ് കെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ 2 ചുറ്റി നമ്മളൊരു കെട്ടുകൂടെ കെട്ടി.
അപ്പോൾ അതിൻ്റെ ചുവടുകളെല്ലാം ഒരേ ലെവലിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചെറിയ തട്ട് തട്ടി. ഇനി നമ്മൾ നമ്മുടെ മുടി പിന്നത്തില്ലയോ, നമ്മുടെ അമ്മമാർ സഹോദരിമാരൊക്കെ മുടി പിന്നുന്നത് പോലെ ഇതാട്ട ഇങ്ങനെ ഒരു പിന്നക്കമാണ്. പിന്നെ നമ്മളത് പിന്നി എടുക്കുകയാണ്. ഇടവിട്ട് നമ്മളതിനെ അങ്ങ് പിന്നുക. ഒരു കാരണവശാലും ഇതിലൊരു ഈർക്കിൽ പോലും ഊരി താഴെ പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പിന്നി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പിന്നി കഴിയുമ്പോൾ ആദ്യം പിന്നിയതിൻ്റെ പകുതി ഭാഗം കൂടെ ചേർത്ത് വേണം രണ്ടാമത്തെ പിന്നി എടുക്കാൻ. ആദ്യത്തെ പകുതിയും രണ്ടാമത്തെ പകുതിയും നമ്മൾ ചെയ്യുന്നതിൻ്റെ പകുതിയും അതിന് മുമ്പ് ചെയ്തതിൻ്റെ പകുതിയും കൂടെ ചേർത്ത് നമ്മൾ പിന്നി എടുക്കണം. അപ്പോൾ നമ്മൾ 2-3 ചുറ്റ് വെറുതെ ഇങ്ങനെ ചുറ്റിയെടുത്ത് കഴിയുമ്പോൾ ഈ പുറത്തുള്ള എല്ലാ ഈർക്കിലും ഇതുമായിട്ട് കൊരുത്ത് വരും. 2-3 പ്രാവശ്യം നമ്മളൊന്ന് വരിഞ്ഞ് കഴിയുമ്പം നമുക്കറിയാം ഏകദേശം നമ്മുടെ ആ ഭാഗത്ത് മുഴുവൻ ഈർക്കിലുകളും ഒരു റൗണ്ടെങ്കിലും നമ്മൾ ചുറ്റി കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളിതിനെ ഒന്ന് പിളർത്തി ഇതിനകത്തു കൂടി തന്നെ നേർപകുതിയാക്കി ഇതിനകത്തു കൂടി തന്നെ ഈ വള്ളി നമ്മൾ അകത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളതിനെ തീർത്തും താഴോട്ട് വലിച്ച് ഒരേ രീതിയിൽ അങ്ങ് മുറുക്കുകയാണ്. വീണ്ടും നമ്മൾ അതിൻ്റെ അടിഭാഗത്ത്, നമ്മൾ ഇതുവരെ അടിഭാഗത്തൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ അടിഭാഗത്തു കൂടി തന്നെ നമ്മൾ വീണ്ടും ഈ വള്ളി നേരെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ഇയാളെ വീണ്ടും ഒരു ചുറ്റുകൂടി നമുക്ക് ഇതിനകത്ത് ചുറ്റിയെങ്കിൽ മാത്രമല്ല പിടിക്കാൻ പറ്റുമോ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരല്പം മാറി ഒരു കുറച്ച് ഈർക്കിൽ മാറിയിട്ട് നമ്മൾ വീണ്ടും ഇയാളെ മുകളിൽ കൂടി ഒന്ന് ചുറ്റിയെടുക്കുക. വീണ്ടും നമ്മളതിനെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയാണ്. മുറുകി കഴിഞ്ഞു മോനെ എന്ന് തന്നെ നമ്മളിൽ നമുക്കൊരു തമാശ രീതിയിൽ പറയാം. മുറുകി കഴിഞ്ഞു ഏകദേശം. ഇനി നമ്മളെന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മളതിനെ പരമാവധി മുറുക്കി. ഇനി ഇതിനകത്തു നിന്ന് ഒരു ഈർക്കിൽ ഇളകി പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് തന്നെ ചോദിക്കണം, വെറുതെ പോകത്തില്ല. അപ്പോൾ ഇനി നമുക്കിതിനെ കെട്ടി മുറുക്കണം, നമ്മുടെ കെട്ട് ബലവത്താവണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ആദ്യം എങ്ങനെയാണോ കെട്ടിക്കൊണ്ടുവന്ന ആ രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു ചുറ്റുകൾ അങ്ങോട്ട് 1, 2, 3 നമുക്ക് എത്ര വേണം, നമുക്ക് മുകളിലാണ് ചുറ്റ് വേണ്ടതെങ്കിൽ മുകളിൽ ചുറ്റുക, താഴെയാണ് ചുറ്റ് വേണ്ടതെങ്കിൽ താഴെ ചുറ്റുക, എവിടെ വേണമെങ്കിലും നമുക്ക് ചുറ്റാം. നമുക്ക് താഴത്തെ ചുറ്റ് അത്രയും മതിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കെട്ട് ഇവിടെ കൊടുക്കാം. ഒരു കെട്ട് നമ്മുടെ ആ ആദ്യമിട്ട ആ അറ്റമെടുത്തിട്ട് ഒരു കെട്ട്, അതിൻ്റെ കൂടെ ഒരു കെട്ടും കൂടെ നമുക്ക് കൊടുക്കാം. ഇനി എന്ത് വേണം, നമ്മൾ മുകളിൽ കുറേ ചുറ്റിയല്ലോ, അവർക്ക് ഒരു ബന്ധോസം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളവരെ ചുറ്റുന്നു. അവിടെ ഈ തുമ്പ് നമ്മൾ ഈ നമ്മുടെ ചൂലിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ താഴ്ത്തി അതിനുള്ളിൽ മറച്ചു വയ്ക്കണം. ആ തുമ്പ് നമ്മൾ മുറിച്ച് കളഞ്ഞാൽ അത് കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ തുമ്പ് അനങ്ങി ഒരു പക്ഷേ കെട്ട് ലൂസാവാൻ സാധ്യതയുണ്ട്. കെട്ടുകൾ ഉള്ളിലായത് മാത്രമല്ല, ഈ ചൂല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പിടിച്ചാലും ഈ ചൂല് ഇനി ഇത് പെട്ടെന്നെങ്ങും അഴിഞ്ഞു പോകത്തില്ല. വേണ്ട, നല്ല കിടിലം ഒരു ചൂല്, എത്ര വലിപ്പമുള്ളൊരു ചൂല്. 10 മിനിറ്റ് വേണ്ട ഇത് ചീകിയെടുത്ത് കെട്ടാൻ. എത്ര വൃത്തിയായിട്ട് നമ്മുടെ വീടും പുരയിടവും നമുക്ക് തൂത്ത് വൃത്തിയാക്കി കുറച്ച് കഴിയുമ്പോഴേ ഒരു ഇത്രയും ഉയരത്തിൽ വരുമ്പോൾ നമ്മുടെ മുറ്റമടിച്ച് വാരാൻ, നമുക്ക് കരിയില തൂത്ത് വാരാൻ, അങ്ങനെ എന്തൊക്കെ ഉപയോഗത്തിന് ഉപയോഗിക്കാവുന്നൊരു ചൂലാണിതെന്നറിയാമോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം കൂടി, ആ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.